പ്രിയപ്പെട്ടവരെ, നാളെയാണ് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം, വോട്ട് നടക്കാൻ പോകുന്ന ദിവസം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇത്തവണത്തെ മുസ്ലിമീങ്ങളുടെ വോട്ട് ഏത് പാർട്ടിക്കാകണം, ഏത് പാർട്ടിക്കാകാൻ പാടില്ല, ഇത്തവണ വോട്ടിന് പോകുമ്പോൾ എന്തെല്ലാം നമ്മൾ കരുതി വെക്കണം, ഇത്തവണ വോട്ട് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്താ ചെയ്യുക, ഈ 2026 നമ്മളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആരാ ജയിക്കുക, ആർക്കായിരിക്കും മുൻതൂക്കമുണ്ടാവുക, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും റാഹത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ, നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർക്ക് അല്ലാഹു റഹ്മത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, നാളെ ഏപ്രിൽ 9-ാം തീയതിയാണ്, വ്യാഴാഴ്ച. നാളത്തെ പ്രത്യേകത നമുക്കെല്ലാം അറിയാം. കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട വോട്ടിംഗ് നടക്കുന്ന ദിവസം. അപ്പോൾ നമ്മളെല്ലാം വോട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മനസ്സിൽ ഓരോരോ ലക്ഷ്യങ്ങൾ വച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണ്ട, ആരാണ് വിജയിച്ചു വരേണ്ടത്, നമുക്ക് പ്രത്യേക താല്പര്യവും കാര്യങ്ങളും ഉണ്ടാകും. ഒന്നുകിൽ നമ്മളൊരു പാർട്ടിക്കാരാകും, അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളാകാം, പലതും ആകാം. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ വോട്ട് ആർക്കാ ചെയ്യേണ്ടത്? UDF, LDF, NDA എന്നൊക്കെ പറയുന്ന അങ്ങനെ വിവിധങ്ങളായ കക്ഷികളൊക്കെ നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സജീവമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? ഇക്കൊല്ലം 2026 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആരായിരിക്കും വിജയിക്കുന്നത്? അതേപോലെ തന്നെയാണ് പിന്നെ നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പാടില്ലാത്തത്? മുസ്ലിമീങ്ങൾ വോട്ട് ചെയ്യാൻ പാടില്ലാത്ത വിഭാഗാര. അതേപോലെ തന്നെയാണ് ഇക്കൊല്ലത്തെ വോട്ടിന് വേണ്ടി നാളെ പോകുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ കയ്യിൽ കരുതേണ്ട പ്രൂഫുകൾ എന്തൊക്കെയാണ് കയ്യിൽ കരുതേണ്ടത്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഹ്രസ്വമായൊരു ചർച്ചയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് വൺ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വോട്ട് ചെയ്യും? ഒരു ജനാധിപത്യ ഒരു രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു സംവിധാനം വെച്ച് നോക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് പ്രത്യേക വോട്ട്, അമുസ്ലിമീങ്ങളായ മറ്റു നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് പ്രത്യേക വോട്ട്, അങ്ങനെയൊന്നുമില്ല. പിന്നെയോ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ആർക്കാണ് വോട്ട് അടയാളപ്പെടുത്തേണ്ടത്, അതിൽ കൃത്യമായ നിലപാട് ഉണ്ടാകണം. അത് വ്യക്തിപരമാണ് എങ്കിൽ പോലും മുസ്ലിമീങ്ങൾക്ക് നിലപാട് കൃത്യമാകണം. കാരണം ആർക്കെങ്കിലും വോട്ട് ചെയ്ത് നമ്മുടെ വോട്ട് പാഴാക്കാൻ പറ്റില്ല. വോട്ടെന്ന് പറയുന്നത് ഈ ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടെന്ന് പറയുന്നത് വലിയൊരു നിയമ പോരാട്ടമാണ്, ഒരു നിയമസമരമാണ്. അതിന് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ആ ഭാഗം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ല നീയത്തോടെ അതിൻ്റെ മര്യാദകൾ പാലിച്ച് വോട്ട് ചെയ്താൽ അള്ളാഹുവിൻ്റെ മുന്നിൽ കൂലി കിട്ടുന്ന ഒരു കർമ്മമാണ്. നിസ്കരിച്ചാൽ, നോമ്പുടിച്ചാൽ, ഒതു കൊടുത്താൽ മാത്രമല്ല കൂലി, വോട്ട് ചെയ്താലും കൂലി കിട്ടും. പക്ഷെ നമ്മുടെ നീയത്ത് പോലെയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിമിൻ്റെ നിലപാട് ഈ ജനാധിപത്യ സംവിധാനമുള്ള നമ്മളുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരള സംസ്ഥാനത്ത് ആ ഒരു സംവിധാനം നിലനിൽക്കാൻ കഴിയുന്ന തരത്തിൽ ആരെയാണോ നമ്മൾ സെലക്ഷൻ കൊടുക്കേണ്ടത് അവരിലേക്കാണ് നമ്മുടെ വോട്ട് നീങ്ങേണ്ടത്. അത് നമുക്ക് ഇപ്പോൾ ഇടത് വലത് സർക്കാരുകൾ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ പാർട്ടിക്കാരായി, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ പാർട്ടി ഉണ്ടാവും, ആ പാർട്ടിക്കാരായി വരുന്ന പലരും ഉണ്ടാകും. അപ്പോൾ എവിടെയാണോ നമ്മൾ വോട്ട് അടയാളപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവർ, ഈ ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവരോടും സ്നേഹം കാണിക്കാൻ പറ്റുന്ന, ജാതി മത വേർതിരിവ് കാണിക്കാതെ എല്ലാവരോടും മാനുഷികമായി സ്നേഹിക്കാൻ പറ്റുന്ന, എല്ലാവരെയും സേവിക്കാൻ പറ്റുന്ന ജനസേവകന്മാരായ ആളുകൾ. അവിടെ മതം നോക്കാൻ പാടില്ല, അവിടെ സമ്പത്തും പാപ്പരത്വം നോക്കാൻ പാടില്ല. എല്ലാവരോടും കോമൺ ആയിട്ട് നല്ല ഡീൽ ചെയ്യാൻ പറ്റുന്ന, നല്ല പെരുമാറ്റം ഉണ്ടാകുന്ന, എല്ലാവരെയും പരിഗണിക്കുന്ന അത്തരം സംവിധാനത്തിൽ ആരെയാണോ നമ്മൾ കൈപിടിച്ചുയർത്തേണ്ടത്? അത് നമ്മളുടെ ഒരു സ്വാതന്ത്ര്യമാണല്ലോ. അത് ഇന്ന പാർട്ടി നമുക്ക് പറയാൻ പറ്റില്ല. ഏതാണോ പാർട്ടി നമ്മുടെ മുന്നിൽ നമുക്ക് പറ്റുന്നത് എന്ന് നമ്മൾ വ്യക്തിപരമായി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ ഇതിൽ കൈകാര്യം ചെയ്യേണ്ടത്. നമുക്ക് അപ്പോൾ കേവലം വികാരമല്ല, അപ്പോൾ എൻ്റെ പാർട്ടി ജയിക്കുക, അല്ലെങ്കിൽ ഈ പാർട്ടി ജയിക്കട്ടെ, ഇതൊക്കെ നമുക്ക് പലപ്പോഴും വികാരമായിട്ട് വരും, നമ്മുടെ ഒരു വികാരമാണ്. പക്ഷേ വിവേകം നമ്മൾ നിയന്ത്രിക്കണം. നമ്മൾ ഒരു നാടിൻ്റെ
ഒരു നാടിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സമാധാനപരമായൊരു ഒരു സംവിധാനം നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്താണോ പടച്ചോനെ ഞാൻ ചെയ്യേണ്ടത് അത് തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഈ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനും ചർച്ച ചെയ്യാനുള്ളത്. ഇനി ഇക്കൊല്ലം ആരാണ് ജയിക്കുക? UDF അധികാരത്തിൽ വരുമോ? LDF തന്നെ ഇനിയും തുടരുമോ? ഇങ്ങനെയൊക്കെ ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുന്നിൽ നിൽക്കാൻ. നമുക്കങ്ങനെ ഇപ്പോൾ ഇന്നത് ജയിക്കും ഇന്നത് ജയിക്കില്ല അങ്ങനെ പ്രവചിക്കാനൊന്നും പറ്റില്ല. പല ആളുകളും പറഞ്ഞു ഇനി UDF വരട്ടെ, 10 കൊല്ലത്തോളം LDF കൈകാര്യം ചെയ്തില്ലേ, ഇനി UDF വരട്ടെ, ഭരണമാറ്റം വരട്ടെ. അങ്ങനെ അല്ല, UDF വന്നാൽ പറ്റില്ല, LDF തന്നെ തുടരട്ടെ. അങ്ങനെ വിവിധ കക്ഷികളായി ചേരിതിരിഞ്ഞ് ചർച്ചകളുടെ ചർച്ചകളൊക്കെ നടക്കുകയാണ്. നമുക്കൊരു പ്രവചനമൊന്നും പറ്റില്ല. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലെല്ലാം കൃത്യമായ ഒരു രീതിയും സംവിധാനവുമുണ്ട്. അതായത് ഭരണീയർ നല്ലവരായി തുടരാൻ തീരുമാനിച്ചാൽ, ഇപ്പോൾ ഭരണീയരായ ഓരോ നാട്ടിലെയും ഭരണീയരായ ജനങ്ങൾ നല്ലവരായി പരസ്പരം സ്നേഹത്തോടെ അവിടെ മതഉദ്ദേശങ്ങൾ വരുത്താതെ തീവ്രമായ ഭീകരമായ സങ്കല്പങ്ങളില്ലാതെ എല്ലാവരെയും, ഹൈന്ദവനെയും ക്രൈസ്തവനെയും മതമുള്ളവരെയും ഇല്ലാത്തവരെയും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു ജനാധിപത്യ സംവിധാനം, ആ ഒരു മനസ്സിൻ്റെ അവസ്ഥ, എല്ലാവരെയും സ്നേഹിക്കുന്ന സഹായിക്കുന്ന നമ്മുടെ അയൽവാസി ഒരുപക്ഷെ കൃഷ്ണൻകുട്ടിയാകാം, അയൽവാസി ഒരുപക്ഷെ ജോസഫാകാം, ആരും ആയിക്കോട്ടെ, എല്ലാവരോടും കൃത്യമായ തുല്യമായ സ്നേഹത്തോടെയും ആദരവോടെയും കണ്ടിട്ട് ആ ഒരു മാനുഷികമായ പരിഗണനയോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സംവിധാനം പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് പറ്റുന്ന അത്തരം ഒരു സുന്ദരമായ സംവിധാനമുള്ള ഭരണാധികാരികളെ അള്ളാഹു കൊണ്ടുവരും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഭരണീയർ നല്ലവരായി ജീവിച്ചാൽ ഭരണകർത്താക്കളെ നല്ലവരായ നീതിമാന്മാരായ ആളുകളെ അള്ളാഹു കൊണ്ടുവരും. അപ്പോൾ ആരാ ഭരിക്കേണ്ടത് കേരളം എന്ന് പറഞ്ഞാൽ, കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളായ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് എന്താണ്? പരസ്പര സ്നേഹത്തിൻ്റെ സഹായം. ദീൻ പറഞ്ഞതുപോലെ ഇസ്ലാം അതാ പറയുന്നത്. ഇസ്ലാം പറയുന്നതാണ് എല്ലാ മതക്കാരെയും ഒരുപോലെ കണ്ട് മാനുഷികമായ പരിഗണനയും ബഹുമാനവും റെസ്പെക്റ്റും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയണം. ഇതാണ് അള്ളാഹുവിൻ്റെ നിയമം പറയുന്നത്. അതേപോലെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് പറ്റിയ ഭരണാധികാരി അള്ളാഹു കൊണ്ടുവരും. അതാണ് ഇവിടെ ജയിക്കുന്നത്. അവരാണ് ഇവിടെ ജനപ്രതിനിധികളായി വരാൻ പോകുന്നത്. ഇത് കേവലം നമ്മൾ പിന്നെ ഒരു പ്രവചനമല്ല, ഇതങ്ങനെ തന്നെ വരുള്ളൂ. അത് ഏത് പാർട്ടിയാണ് അല്ലാഹു അലം, അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നമ്മൾ നമ്മുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിക്കണം. അപ്പോൾ നമ്മളുടെ ബാധ്യതകൾ നിർവഹിച്ച് നമ്മളായിട്ട് തന്നെ തുടരാൻ വേണ്ടി സ്നേഹത്തോടെ മുന്നോട്ട്, ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ അതിനെ പറ്റിയ സംവിധാനം അള്ളാഹു കൊണ്ടുവരും. ഇനി മൂന്നാമത്തത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, നമ്മൾ വോട്ടിന് നാൾ പോകുമ്പോൾ എന്തെല്ലാം പ്രൂഫാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ വോട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ SIR പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ജനങ്ങളാകെ അങ്കലാപ്പായൊരു പ്രശ്നമാണ്. എട്ടങ്ങേറായിപ്പോയി. പടച്ചോനെ, 2002 വോട്ടർ പട്ടികയുടെ ലിസ്റ്റിൽ പേരുണ്ടോ? ഉണ്ടെങ്കിൽ ആരുടെ പേരാണ് ഉള്ളത്? ഇല്ലെങ്കിൽ ഇനി എന്താ ചെയ്യുക? അങ്ങനെ ആകെ നമ്മൾ ബേജാറായൊരു സന്ദർഭമുണ്ട്. ഇനി അങ്ങനൊരു ബേജാറിൻ്റെ സന്ദർഭം എനിക്കും എൻ്റെ മക്കൾക്കും വരാൻ പാടില്ല. അതിന് മിനിമം ചെയ്യേണ്ടതെന്നറിയോ? ഇത്തവണത്തെ വോട്ട് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകണം. പഴയകാലം പോലെ റിവേഴ്സ് നിൽക്കുന്ന, ആര് ജയിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റിവേഴ്സ് നിന്നാൽ നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആ ഒരു പൗരനാണ് എന്നുള്ളൊരു ആധികാരികമായ ഒരു സ്ഥാനം ഉണ്ടല്ലോ, ആ സ്ഥാനം വരെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയുണ്ടാകും. ഇനി അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വോട്ട് ഇന്ത്യക്കാരായ ഓരോ പൗരൻ്റെയും അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. അത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ വിരൽ വപ്പ് എന്ന് പറയുന്നത്, വോട്ടിംഗ് എന്ന് പറയുന്നത് നല്ല നീയത്തുണ്ടെങ്കിൽ അള്ളാഹു കൂലി നൽകുന്ന അമലാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമും ഒരു സഹോദര സഹോദരിയും ഇക്കൊല്ലം വോട്ട് ചെയ്യാമെന്ന് മാറി നിൽക്കാൻ പാടില്ല. എല്ലാവരും ഈ ജനാധിപത്യ സംവിധാനം നിലനിൽക്കാൻ വേണ്ടിയുള്ള നിയമ പോരാട്ടമാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഔദ്യോഗികമായ നമ്മുടെ അധികാരമാകുന്ന വോട്ടിനെ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഏകദേശം വീടുകളിലെല്ലാം പ്രത്യേകിച്ച് BLOമാരൊക്കെ ഇതിനകത്ത് സജീവമായിട്ട് കുറച്ചുകൂടെ സാധാരണ വോട്ടിൻ്റെ ലിസ്റ്റ് തരും പോലെയല്ല, കുറച്ചുകൂടെ ആധികാരികമായിട്ട് തന്നേൽപ്പിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും വളരെ ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ വോട്ടിംഗ് ലിസ്റ്റ്, അതിൻ്റെ സ്ലിപ്പ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മൾ നിർബന്ധമായിട്ടും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ പ്രൂഫ്
വോട്ടർ ID ഒക്കെ നമ്മൾ കൃത്യമായിട്ട് കരുതി വെക്കണം. ചോദിച്ചാൽ പ്രൂഫ് കാണിക്കാൻ പാകത്തിനുള്ള സർവ്വ സെറ്റപ്പോടുകൂടെ നമ്മൾ വോട്ടർ ID അടക്കമുള്ള നമ്മുടെ പ്രൂഫ് നമ്മൾ കരുതുന്നതും വളരെ നല്ല വേണം, അത് നിർബന്ധമാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തവണ വോട്ടില്ലാത്തവരാരൊക്കെയാണ്? എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല. വോട്ടർ പട്ടികയുടെ ലിസ്റ്റിൽ പേരുള്ളവർക്ക് മാത്രം. ഇത്തവണ വോട്ടുള്ളവർക്ക് അവരുടെ ലിസ്റ്റിൽ പേരുണ്ട്, അവർക്ക് മാത്രം. ഇത്തവണ ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇത്തവണ ഒരാൾക്ക് ഇല്ലയെന്ന് കൂട്ടിയോ നിയമപരമായിട്ടില്ല വോട്ടർ പട്ടിക ലിസ്റ്റ് പേരിൽ നമ്മൾ ഉടൻ തന്നെ അതിൻ്റെ പ്രായപക്വത എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളോ ആരും ആയിക്കോട്ടെ അത് കൃത്യമായിട്ട് അടുത്ത ഇതിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള കാര്യങ്ങൾ കൂടെ പ്രത്യേകിച്ച് നമ്മൾ കൈകാര്യം ചെയ്തു വെക്കണം. ആ സമയമാകുമ്പോൾ ഓടി നടക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, അതുകൂടെ ശ്രദ്ധിച്ചു കൊടുക്കാം. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃത്യമായ നിലപാട് കാണിക്കണം. ഈ ജനാധിപത്യ സംവിധാനം ഇവിടെ നിലനിൽക്കണം. ഈ സ്നേഹവും സാഹോദര്യവും ഓരോ മതത്തിൽപ്പെട്ട ആളുകളും വ്യത്യസ്ത മതങ്ങളും വീക്ഷണങ്ങളും വ്യത്യസ്തങ്ങളായ പ്രത്യയശാസ്ത്രങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ മഹാരാജ്യം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. പക്ഷേ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യ മഹാരാജ്യത്ത് ഒരേ മനസ്സോടെ ജീവിക്കാൻ കഴിയുന്ന, മാനുഷിക മൂല്യങ്ങളെ പരിഗണിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ ഭരണീയർ ജീവിക്കണം. ഭരണകർത്താക്കളെ അങ്ങനെ തന്നെ അള്ളാഹു സംവിധാനിക്കും. പിന്നെ വർഗീയ വിഷം ചീറ്റുന്ന, വർഗീയവൽക്കരണം നടത്തുന്ന, മതം നോക്കിയിട്ട് നീതിയും അനീതിയും തീരുമാനിക്കുന്ന ഒരു സംവിധാനം ആര് കൊണ്ടുവന്നാലും അത് ഭയങ്കര കേമൻ്റെ ആളുകളാണ്. അതുകൊണ്ട് ഇല്ല, അവിടെ നമ്മൾ സന്ധിയില്ല സമരം നടത്തും. അവർക്ക് നമ്മൾ ഒരു സീറ്റ് പോയിട്ട് അര സീറ്റ് പോലും കൊടുക്കാൻ മുസ്ലിം ഉമ്മത്ത് തയ്യാറാകാൻ പാടില്ല. അത് തീർച്ചയായിട്ടും പാടില്ല. അത് അങ്ങനെ ഒരു സംവിധാനം വന്നാൽ അനീതിയെ സഹായിക്കലാണ്. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നീതിയുടെ കൂടെ നിൽക്കണം. അങ്ങനെയാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ മുന്നേറേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുയോജ്യരായ ഇന്ത്യയുടെ, നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ, നമുക്ക് ഈ മണ്ണിൽ ജീവിക്കുന്ന ഓരോ മതസ്ഥർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ആ ഒരു സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സംവിധാനം നിലനിൽക്കുന്ന ഭരണകർത്താക്കളെ അള്ളാഹു ഭരണീയരായ നമുക്കെല്ലാം കൊണ്ടുവന്ന് തരട്ടെ. അള്ളാഹു നല്ലൊരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷം, ഒരു ക്ലൈമറ്റ് അള്ളാഹു നമുക്ക് ഒരുക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشر